ഹലോ, ഇന്ന് നമുക്കൊരു കിടിലൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. റവയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും മാത്രം മതി സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമല്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അപ്പോൾ മൈദക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. നമ്മളിതിലേക്ക് ചേർക്കുന്നതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയും ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ കറിവേപ്പിലേൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണെങ്കിലും പുളിയുള്ള തൈരാണെങ്കിലും ഒന്നും പ്രശ്നമല്ല കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ റവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആവും. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പോളം വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചേർക്കാൻ. അപ്പോൾ വെള്ളം ചേർത്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കൊന്നും വേണ്ട. കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടാൻ പറ്റുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നല്ല പോലെ തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്താൽ മതി. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്യാൻ. എന്നാലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമെ മാത്രം നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടുള്ളൂ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം വേണം നമ്മുടെ സ്നാക്ക് എണ്ണയിൽ നിന്ന് മാറ്റാൻ. അപ്പോൾ ഇതിവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ സൈസിൽ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ റവ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അകത്ത് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ചായയുടെയൊക്കെ കൂടെ കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്